ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 7:21 ഈശോ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവിശ്വാസികൾക്കോ പരസ്യമായി പാപം ചെയ്യുന്നവർക്കോ വേണ്ടിയല്ല, മറിച്ച് തങ്ങൾ എല്ലാം ശരിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ പോലെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണിത്. നമ്മുടെ നിത്യജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാതങ്ങളിൽ നാം അറിയാതെ ചെയ്യുന്ന ചില ശീലങ്ങളുണ്ട്. അത് വളരെ സാധാരണമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും സംരക്ഷണത്തെയും നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ആ 12 ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് പിശാചിന്റെ മുൻപിലുള്ള നിങ്ങളുടെ വലിയൊരു പ്രഖ്യാപനമായി താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം എഴുതുക: ഞാൻ ദൈവത്തെ ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നു. ഒന്നാമത്തെ ശീലം, പ്രഭാതങ്ങളിൽ ദൈവത്തോട് മൗനം പാലിക്കുന്നത്. രാവിലെ ഉണരുമ്പോൾ ദൈവം നിങ്ങൾക്ക് പുതിയൊരു ദിവസം സൗജന്യമായി നൽകുകയാണ്. എന്നാൽ പലരും ഉണർന്നയുടനെ ദൈവത്തോട് സംസാരിക്കുന്നതിന് പകരം മൊബൈൽ ഫോണിലേക്കും വാർത്തകളിലേക്കും അന്നത്തെ തിരക്കുകളിലേക്കുമാണ് പോകുന്നത്. സങ്കീർത്തനങ്ങൾ 5:3 വലിയ രാജാവായിരുന്ന ദാവീദ് പറയുന്നത്, അതിരാവിലെ ഞാൻ എന്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ മുൻപിൽ അർപ്പിക്കുന്നു എന്നാണ്. മാർക്കോസ് 1:35 അനുസരിച്ച് ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും പേറിയിരുന്ന ഈശോ പോലും അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. രണ്ടാമത്തെ ശീലം, ദൈവഹിതം ചോദിക്കാതെയുള്ള പ്രാർത്ഥനകൾ. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് വെറുമൊരു സംസാരം മാത്രമാണ്. ദൈവം തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ ചോദിക്കാറില്ല. ജോഷുവയുടെ പുസ്തകം 9:14 ഗിബിയോൻകാർ ഇസ്രായേൽക്കാരെ വഞ്ചിച്ചത് അവർ കർത്താവിന്റെ ഹിതം ആരായുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ്. സുഭാഷിതങ്ങൾ 16:9 പറയുന്നത് പോലെ, മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. മൂന്നാമത്തെ ശീലം, രാവിലെ ആദ്യം കേൾക്കുന്ന ശബ്ദം ലോകത്തിന്റേതാകുന്നത്. ബൈബിൾ തുറക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ലോകത്തിന്റേതായി മാറുകയാണ്. റോമ 12:2 പറയുന്നത് പോലെ, നാം ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. 1 രാജാക്കന്മാർ 19 ഏലിയ പ്രവാചകൻ ഇസബെലിന്റെ ഒരു ചെറിയ ഭീഷണി കേട്ടപ്പോൾ തന്നെ ഭയന്നുപോയത് തെറ്റായ ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്തതുകൊണ്ടാണ്. നാലാമത്തെ ശീലം, പ്രഭാതങ്ങളിലെ പരാതികൾ. രാവിലെ ഉണരുമ്പോൾ തന്നെ ഇന്ന് വലിയ ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊന്നിനും വയ്യ എന്ന് പരാതി പറയുന്നവരുണ്ട്. സംഖ്യ 14:27 ഇസ്രായേൽ ജനത്തിന്റെ പരാതി കേട്ട് ദൈവം ദുഃഖിക്കുന്നത് നാം കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 18:21 പറയുന്നത് പോലെ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാണ്. ഫിലിപ്പിയർ 2:14 അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുറിമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവൻ. 1 തെസലോനിക്ക 5:18 പറയുന്നത് പോലെ, എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയുക എന്നതാണ് ഏറ്റവും വലിയ ആത്മീയ പോരാട്ടം. അഞ്ചാമത്തെ ശീലം, ബൈബിൾ വെറുമൊരു കടമായി വായിക്കുന്നത്. ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ഊർജ്ജസ്വലവുമാണ് എന്ന്. എന്നാൽ പലരും ബൈബിൾ വായിക്കുന്നത് വെറുമൊരു വിവരശേഖരണത്തിന് വേണ്ടി മാത്രമാണ്. 1 സാമുവൽ 3:10 സാമുവൽ പ്രവാചകൻ പറയുന്നത് പോലെ, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടെ വേണം വചനം വായിക്കാൻ. ആറാമത്തെ ശീലം, ഇന്നലത്തെ പാപഭാരം ഇന്നും ചുമക്കുന്നത്. വിലാപങ്ങൾ 3:22-23 വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്ന്. എന്നാൽ കുമ്പസാരിക്കാത്ത പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ഭാരമായി മാറുന്നു. സങ്കീർത്തനങ്ങൾ 32:3-5 ദാവീദ് പാപം മറച്ചുവെച്ചപ്പോഴുള്ള സങ്കടവും അത് ഏറ്റുപറഞ്ഞപ്പോഴുള്ള വിടുതലും വിവരിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:9 പറയുന്നത് പോലെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നമ്മോട് ക്ഷമിക്കും. ഏഴാമത്തെ ശീലം, പ്രാർത്ഥനാ ചിട്ടകളെ ദൈവത്തെക്കാൾ സ്നേഹിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ചിട്ടകൾ തന്നെ നമുക്കൊരു വിഗ്രഹമായി മാറിയേക്കാം. മത്തായി 15:8 ഈശോ ഫരിസേയരെ നോക്കി പറയുന്നുണ്ട്, അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് എന്ന്. ചിട്ടകൾ ദൈവത്തിലേക്കുള്ള വഴിയായിരിക്കണം, ലക്ഷ്യമാകരുത്. എട്ടാമത്തെ ശീലം, ദൈവത്തിന് സമർപ്പിക്കാത്ത പദ്ധതികൾ.
യാക്കോബ് 4:14 പറയുന്നു, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല എന്ന്. സുഭാഷിതങ്ങൾ 16:3 അനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ കർത്താവിൽ അർപ്പിക്കുമ്പോഴാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത്. 9ാമത്തെ ശീലം, നെഗറ്റീവായ വാക്കുകൾ സംസാരിക്കുന്നത്. സംഖ്യ 13:30 കാലേബ് വലിയ വിശ്വാസത്തോടെ സംസാരിച്ചപ്പോൾ മറ്റ് ചാരന്മാർ തങ്ങളെ തന്നെ പുൽച്ചാടികളെ പോലെ കണ്ട് പരാജയം ക്ഷണിച്ചു വരുത്തി. 10ാമത്തെ ശീലം, ചുറ്റുമുള്ള മനുഷ്യരെ അവഗണിക്കുന്നത്. 1 യോഹന്നാൻ 4:20 പറയുന്നു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിലും കൂടെയുള്ള കുടുംബാംഗങ്ങളെ നാം അവഗണിക്കുന്നത് വലിയ തെറ്റാണ്. ഗലാത്തിയ 6:2 പറയുന്നത് പോലെ പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നത് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കലാണ്. 11ാമത്തെ ശീലം, പുറമേ ഭക്തിയും അകത്ത് ശൂന്യതയും. 1 സാമുവൽ 16:7 പറയുന്നു, മനുഷ്യൻ പുറമോടി കാണുന്നു, എന്നാൽ ദൈവം ഹൃദയം കാണുന്നു എന്ന്. ഏശയ്യ 1:13-14 ഹൃദയമില്ലാത്ത ബലികൾ ദൈവം വെറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. മർക്കോസ് 10 ധനികനായ യുവാവ് എല്ലാ നിയമങ്ങളും അനുസരിച്ചിരുന്നെങ്കിലും അവന്റെ ഹൃദയം സമ്പത്തിലായിരുന്നു. സങ്കീർത്തനങ്ങൾ 51:17 പറയുന്നത് പോലെ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയമാണ് ദൈവത്തിന് പ്രിയം. 12ാമത്തെ ശീലം, ദൈവത്തിന്റെ പുതിയ കൃപകളെ മറക്കുന്നത്. ഓരോ പുതിയ പ്രഭാതവും നമ്മൾ സമ്പാദിച്ചതല്ല, മറിച്ച് ദൈവം തന്റെ അനന്തമായ കൃപയാൽ നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്. ആ കരുണയെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ 12 ശീലങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുറവുകളെ അവിടുന്ന് തന്റെ കൃപയാൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ വചനങ്ങളിലൂടെ അവിടുന്ന് എന്റെ ഉള്ളിലെ അന്ധകാരങ്ങളെ വെളിപ്പെടുത്തി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും അവിടുത്തെ സാന്നിധ്യത്തെക്കാൾ ലോകത്തിന്റെ തിരക്കുകൾക്ക് ഞാൻ മുൻഗണന നൽകി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദി പറയുന്നതിന് പകരം ഞാൻ പരാതികൾ പറഞ്ഞു. എന്റെ ഹൃദയമില്ലാത്ത പ്രാർത്ഥനകളെയും പാപങ്ങളെയും ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നൽകുന്ന പുതിയ കരുണകൾ ഏറ്റുവാങ്ങാനും അവിടുത്തെ വചനം ജീവനായി സ്വീകരിക്കാനും എന്നെ സഹായിക്കണമേ. എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ ആത്മീയ ശോധന നിങ്ങളുടെ ഹൃദയത്തിന് പുതിയൊരു തിരിച്ചറിവ് നൽകിയെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അറിവില്ലായ്മ കൊണ്ട് ആത്മീയ ജീവിതം തകർന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക. താഴെ കമന്റ് ബോക്സിൽ ഞാൻ ദൈവത്തെ ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നു എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള ആത്മീയ സത്യങ്ങൾ തുടർന്നും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.